ഇംഗ്ലീഷ് മാസ്റ്റർ 2024 എന്ന യൂട്യൂബ് ചാനലിലേക്ക് ഏവർക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ടെൻഷൻ കണ്ടീഷണൽ സെന്റൻസ് ആണ്. ഇത് ഒരു സബ്സ്ക്രൈബർ കുട്ടി ഇങ്ങനെ PSC എക്സാമിന് വേണ്ടിയിട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്ന ഒരു ക്ലാസ് ആയിരുന്നു. ഞാൻ ഇന്ന് അപ്ലോഡ് ചെയ്യാൻ. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ ഡീറ്റെയിൽസ് ഒക്കെ ഇതാക്കിയിട്ട് നമുക്ക് നേരെ ക്ലാസ്സിലേക്ക് പോവാം. ഓക്കെ, നമുക്ക് നോക്കാം ടെൻഷൻ കണ്ടീഷണൽ സെന്റൻസ് അതിൽ എങ്ങനെയാണ് വരുന്നത് നോക്കാം. Conditional sentence follows specific tense pattern based on their type with first conditional using present simple in the if. ഇതെന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ നമ്മൾ കണ്ടീഷണൽ സെൻറ്റൻസ് എങ്ങനെ യൂസ് ചെയ്യുക ഫോളോ അതൊരു സ്പെസിഫിക് ടെൻസിൻ്റെ ഒരു പാറ്റേൺ ആണ് ഫോളോ ചെയ്യുന്നത്. ബേസ്ഡ് എന്തിനെ ബേസ് ചെയ്തിട്ടാണ് ടൈപ്പ് ഓഫ് ഫസ്റ്റ് കണ്ടീഷണൽ എന്താ പറയുക യൂസിങ് നമ്മൾ യൂസ് ചെയ്യുന്നത് സിമ്പിൾ ഇൻ ദി ഇഫ് ക്ലോസ് സിമ്പിൾ ആയിട്ട് വരുന്ന ഒരു മെത്തേഡാണ് നമ്മൾ യൂസ് ചെയ്യുന്നത്. ഇഫ് ക്ലോസ് ആൻഡ് ഫ്യൂച്ചർ സിമ്പിൾ വിൽ ബി ദ മെയിൻ ക്ലോസ്. സിമ്പിൾ ആണ് ഏറ്റവും മെയിൻ ആയിട്ട് ആദ്യം വരുന്നത്. ഫോർ ലൈക്ലി ഫ്യൂച്ചർ ഈവൻസ് ഫ്യൂച്ചറും ഉണ്ടാവും. അത് സെക്കൻഡ് കണ്ടീഷണൽ ആയിട്ടാണ് വരുന്നത്. യൂസിങ് പാസ്റ്റ് സിമ്പിൾ ഇഫ് ദി ക്ലോസ് ആൻഡ് വുഡ് പ്ലസ് വെർബിൻ. നമ്മൾ പറയത്തില്ല വുഡ് പ്ലസ് വെർബിൻ ഇൻ ദി മെയിൻ ക്ലോസിലാണ് അത് വരുന്നത്. വുഡ് പ്ലസ് വെർബിൻ മെയിൻ ക്ലോസ് ഫോർ ഹൈപ്പോത്തിക്കൽ പ്രസന്റ് ഓർ ഫ്യൂച്ചർ. പ്രസന്റിലോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണ് ഈ ഒരു ഇത് വരുന്നത്. പിന്നെ സിറ്റുവേഷൻസ് ആൻഡ് ദ തേർഡ് കണ്ടീഷണൽ യൂസിങ് പാസ്റ്റ് പെർഫെക്റ്റ്. തേർഡ് കണ്ടീഷണൽ ഏതാ വരുന്നത്? പാസ്റ്റ് പെർഫെക്റ്റ് വരുന്നത്. ഇൻ ദി ഇഫ് ക്ലോസ് ആൻഡ് വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ്. ഇത് ഹാവും പ്ലസ് പാസ്റ്റും ആണ് വരുന്നത്. പിന്നെ പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നത് ഹാവ്. ഇൻ ദി ഇത് മെയിൻ ക്ലോസിലാണ് വരുന്നത് ഫോർ അൺറിയൽ പാസ്റ്റ് കണ്ടീഷൻ. ഓക്കെ, ഇത് വന്നിട്ട് മൂന്ന് ഇതുണ്ട് നമുക്ക്. പ്രസന്റും ഫ്യൂച്ചറും പാസ്റ്റും ആണ് ഉള്ളത്. പ്രസന്റ് ആണ് ഫസ്റ്റ് കണ്ടീഷണലും ഫ്യൂച്ചർ ആണ് സെക്കൻഡ് കണ്ടീഷണലും പാസ്റ്റ് ആണ് തേർഡ് കണ്ടീഷണൽ. അപ്പൊ അതിൽ വരുന്ന കുറെ ഈവൻസും സിമ്പിൾ ആയിട്ടുള്ള വരുന്ന കുറെ വേർഡ്സും ആണ്. നമ്മൾ വുഡ് പ്ലസ് വെർബിന് രണ്ടിനും വരും. മെയിൻ ക്ലോസിലാണ് മെയിൻ ആയിട്ട് വരുന്നത്. പക്ഷേ സിമ്പിൾ വിൽബൻ അതും മെയിൻ ക്ലോസിലാണ് വരുന്നത്. പക്ഷെ നമുക്ക് ഫ്യൂച്ചറിലും പ്രസന്റിലും ആണ് ഇത് വരുന്നത്. ഓക്കെ, അപ്പൊ ഇതാണ്. ഇനി ആദ്യം നോക്കാം ഫസ്റ്റ് കണ്ടീഷണൽ എങ്ങനെയാ വരുന്നതെന്ന്. സ്ട്രക്ചർ വരുമ്പോഴത്തേക്കും ഇഫ് പ്ലസ് പ്രസന്റ് സിമ്പിൾ വിൽ പ്ലസ് വെർബ്. നമ്മൾ എന്താ പറയുക ഇഫും വരും. പ്ലസ് ഇഫ് വരുന്നത് പ്രസന്റ് സിമ്പിളിലാണ് വരുന്നത്. പിന്നെ വില്ല് പ്ലസ് വെർബ് വരും. അങ്ങനെ യൂസ് ചെയ്യുന്നത്. ടു ടേക്ക് അബൌട്ട് പോസിബിൾ ആൻഡ് ലൈക്ലി ഫ്യൂച്ചർ ഔട്ട്കംസ്. നമ്മളിപ്പോൾ എന്താ ടു ടോക്ക് നമ്മൾ എന്ത് ചെയ്യുന്നത്? നമ്മൾ എന്തെങ്കിലും സംസാരിക്കുന്നത്, എന്തെങ്കിലും പോസിബിലിറ്റി പറയുന്നതോ അല്ലെങ്കിൽ ലൈക്ലി ഫ്യൂച്ചറിനെ പറ്റി എന്തെങ്കിലും പറയുന്നതോ, ഭാവിയിൽ വരാൻ സാധ്യതയുള്ള കാര്യങ്ങളെ പറ്റി ഡിസ്കസ് ചെയ്യുന്നതാണ് ഈ സ്ട്രക്ചറിൽ വരുന്നത്. ഫസ്റ്റ് എക്സാമ്പിൾ വന്നാലും ഇഫ് യു സ്റ്റഡി യു വിൽ പാസ്. നമ്മൾ പറയത്തില്ല ഭാവിയിലെ കാര്യമാണ് പറയുന്നത്. ഇഫ് യു സ്റ്റഡി യു വിൽ പാസ് എന്ന് പറഞ്ഞിട്ട്. പ്രസന്റ് അല്ലല്ലോ പാസ്റ്റും അല്ല, ഭാവി ഫ്യൂച്ചറിലെ കാര്യമാണ് പറയുന്നത്. ഓക്കെ, ഇനി അടുത്തത് സെക്കൻഡ് കണ്ടീഷൻ എന്ന് വരുമ്പോൾ സ്ട്രക്ചർ വരുമ്പോൾ എങ്ങനെ വരും? ഇഫ് അത് പാസ്റ്റ് സിമ്പിൾ വരും. വുഡ് പ്ലസ് വെർബാണ്. ഇവിടെ വില്ല് പ്ലസ് വെർബ് ആണ്. ഇവിടെ വുഡ് പ്ലസ് വെർബ് വരും. അതെങ്ങനെ യൂസ് ചെയ്യുന്നത് നോക്കാം. ഫോർ ഹൈപ്പോത്തിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോൾ നമ്മൾ ഇത് യൂസ് ചെയ്യുന്നത് ദാറ്റ് ആർ അൺലൈക്ലി ഓർ ഇമാജിനറി ഇൻ ദി പ്രസന്റ് ഓർ ഫ്യൂച്ചർ. അൺലൈക്ലി അല്ലെങ്കിൽ ഇമാജിനറി ആയിട്ട് വരുന്ന പ്രസന്റോ അല്ലെങ്കിൽ ഫ്യൂച്ചറിലോ ആണ് നമ്മൾ ഈ ഒരു സെന്റൻസ് യൂസ് ചെയ്യുന്നത്. എക്സാമ്പിൾ വരുമ്പോൾ ഇഫ് നോ ഹർ ഐ വുഡ് സേ ഹലോ. എനിക്ക് അവളെ അറിയാമെങ്കിൽ ഞാൻ ഹലോ പറഞ്ഞേന്ന് നമ്മൾ പറയും. ഓക്കെ, ഇനി തേർഡ് കണ്ടീഷനിൽ വരുമ്പോൾ സ്ട്രക്ചർ ഇഫ് പ്ലസ് പാസ്റ്റ് പെർഫെക്റ്റ് ആണ് വരുന്നത്. പിന്നെ വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ. ഓക്കെ, ഇഫ് പാസ്റ്റ് പെർഫെക്റ്റും വുഡ് ഹാവ് പ്ലസ് പാസ്റ്റ് പാർട്ടിസിപ്പിൾ ആണ് വരുന്നത്. ഇതെങ്ങനെ യൂസ് ചെയ്യാം? ടു ഡിസ്ക്രൈബ് അൺറിയൽ ഓർ ഹൈപ്പോത്തിക് അൺറിയൽ ആയിട്ടുള്ള കാര്യം അല്ലെങ്കിൽ നമ്മൾ പറയാത്തൊരു സിറ്റുവേഷൻ, ഹൈപ്പോത്തിക്കൽ സിറ്റുവേഷൻസ് വരുമ്പോഴോ ഇൻ ദി പാസ്റ്റ് ആൻഡ് ദെയർ ഇമാജിൻ കോൺസിക്വൻസസ്. നമ്മൾ പറയാൻ വിചാരിച്ച കാര്യം പറയാൻ പറ്റിയില്ല, നമ്മൾ ഒരാളെ കാണോ ഇങ്ങനെ പറയണം എന്ന് നമ്മൾ കോയിൻസിഡൻസ് ആയിട്ട് പറയുന്ന പോലെയാണിത്. അപ്പൊ നമുക്കത് പറയാനായിട്ട് സാധിച്ചിട്ടില്ല, അതുപോലെയാണ്. സോ അതിന്റെ എക്സാമ്പിൾ നോക്കാം. ഇഫ് ദേ ഹാഡ് ലെഫ്റ്റ് ഏർലിയർ ദേ വുഡ് ഹാവ് കോട്ട് ദെയർ ബസ്. അവർ നേരത്തെ വിട്ടിരുന്നുവെങ്കിൽ അവർക്ക് ആ ബസ് കിട്ടിയേനെ എന്നുള്ള രീതിയിൽ നമ്മൾ പറയും. നമ്മൾ നേരത്തെ പറഞ്ഞു അവർക്ക് നേരത്തെയും കൂടി വിടാമായിരുന്നു എന്ന രീതിയിൽ വരും. ഇനി മിക്സഡ് കണ്ടീഷണൽ വരുമ്പോൾ മിക്സഡ് ആയിട്ട് വരുമ്പോൾ എങ്ങനെയാ സ്ട്രക്ചർ വരുമ്പോൾ ഇഫ് പാസ്റ്റ് പെർഫെക്റ്റ്
വുഡ് പ്ലസ് വെർബ്. ഇഫ് പാസ്റ്റ് പെർഫെക്റ്റും വുഡ് പ്ലസ് വെർബ് വരുമ്പോൾ യൂസ്, അതിൻ്റെ യൂസ് എങ്ങനെ വരും? വെൻ ദ ടൈം ഇൻ ദി ഇഫ് ക്ലോസ് ഈസ് ഡിഫറെൻറ്റ് ഫ്രം ദി ടൈം ഇൻ ദി മെയിൻ ക്ലോസ്. ദ ടൈം ഇൻ ദി ഇഫ് ക്ലോസ് ഡിഫറെൻ്റ് ആയിട്ട് വരും, മെയിൻ ക്ലോസിൽ വരുമ്പോഴത്തേക്കും ഡിഫറെൻ്റ് ആയിട്ട് വരും. ഓക്കെ, എക്സാമ്പിൾ നോക്കാം. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് പാസ്റ്റ് ഹി വുഡ് ബി കോൺഫിഡൻറ്റ് നൗ. ഇഫ് ഹി ഹാഡ് സ്റ്റഡീഡ് എന്ന് പറഞ്ഞെന്തോ അതൊരു പാസ്റ്റ് ആണ്. ഹി വുഡ് ബി കോൺഫിഡൻറ്റ് നൗ, ഇപ്പൊ കോൺഫിഡൻ്റ് ആയിട്ട്, അവൻ നേരത്തെ പഠിച്ചില്ലെങ്കിൽ ഇപ്പൊ അവന് കോൺഫിഡൻറ്റ് ആവും. ഇപ്പൊ എന്ന് വെച്ചാൽ എന്താ? പ്രസന്റ് ആണ്. അപ്പൊ പാസ്റ്റും പ്രസന്റും രണ്ടും വരുന്നത്, മിക്സ്ഡ് ആയിട്ട് വരുന്നത്. ഓക്കെ, അപ്പൊ ഇത് ഇത്രേ ഉള്ളൂ. അപ്പൊ നിങ്ങൾക്ക് ഇത് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇതിന് ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. ഓക്കെ, അപ്പൊ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ക്ലാസ് മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. ഇല്ല, ഈ ഡൗട്ടോ കാര്യങ്ങളോ ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈ ഞാൻ തരുന്നതായിരിക്കും. പിന്നെ നിങ്ങൾക്ക് വേറെ എന്തെങ്കിലും ക്ലാസ്സുകൾ ആവശ്യമുണ്ടെങ്കിൽ അത് നിങ്ങൾക്ക് കമന്റ് ബോക്സിൽ ചോദിക്കാവുന്നതാണ്. അതിനുള്ള റിപ്ലൈയും പിന്നെ ക്ലാസ്സുകളും അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ നിങ്ങളുടെ സോഷ്യൽ മീഡിയകളൊന്ന് ഫോളോ ചെയ്യുക. പിന്നെ ഞാൻ ക്ലാസ്സുകളൊക്കെ അപ്ലോഡ് ചെയ്യുന്നുണ്ട്. അതിന്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ടും പിൻ ചെയ്ത് വെച്ചേക്കാം. പിന്നെ ആർക്കെങ്കിലും സ്പോക്കൺ ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യമുണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഡീറ്റെയിൽസ് ഞാൻ അപ്പം പറയുന്നതായിരിക്കും. വിളിക്കുമ്പോൾ നമ്പർ ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും കമന്റ് ആയിട്ട് പിൻ ചെയ്ത് വെച്ചേക്കാം. ക്ലാസ്സിൽ വന്നിട്ട് ഓൺലൈനായിട്ടും ഓഫ്ലൈനായിട്ടും അവൈലബിൾ ആയിരിക്കും. സോ അപ്പോൾ അത്രയേ ഉള്ളൂ. സോ അപ്പോൾ നിങ്ങൾക്ക് ഇന്നത്തെ എൻ്റെ ക്ലാസ് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, അതേപോലെ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക. പിന്നെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കനും കൂടി എനേബിൾ ചെയ്ത് വെക്കുക. എന്നാൽ മാത്രമേ ഞാൻ ഫ്യൂച്ചർ വീഡിയോസ് അപ്ലോഡ് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടുകയുള്ളൂ. അപ്പോൾ നിങ്ങൾക്ക് എൻ്റെ അടുത്തൊരു ക്ലാസ് ആയിട്ട് കാണുന്നവരെല്ലാവർക്കും സി യു.